ഗായ്സ്, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് കല്യാണത്തലേന്നാണ്. കല്യാണത്തലേന്ന് പറയുമ്പോൾ നാളെ കല്യാണം. പക്ഷെ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഗ്രൂമിനും തിരക്കില്ല, നമുക്കും തിരക്കില്ല. നമ്മൾ ഇറങ്ങിയതേ 11 മണിക്കാണ്. എന്നിട്ട് നമ്മൾ നേരെ പോയത് റെന്റിന് ഡ്രസ്സും ഓർണമെന്റ്സും എടുക്കുന്ന ഒരു കടയിലേക്കാണ്. പേരെനിക്ക് ഓർമ്മയില്ല ഏതാണെന്ന്. അവിടെ പോയിട്ട് ഗ്രൂമിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ വേറൊരു റെന്റൽ ഷോപ്പിലേക്ക് പോയി. അവിടെയായിരുന്നു ഓർണമെന്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെയൊക്കെ പോയിട്ട് എനിക്ക് പൊതുവേ തോന്നിയത് കളക്ഷൻസ് കുറവാണെന്നാണ്. നെഗറ്റീവ് പറയല്ല. കോഴിക്കോട് റെന്റിന് എടുക്കാനാണെങ്കിലും സെയിലിന് എടുക്കാനാണെങ്കിലും ഒരുപാട് കടകളുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ അത് വിടാം നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഇന്ന് അവിടെ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഫംഗ്ഷന്റെ ലുക്കാണിത്. ചേച്ചി ഇട്ടേക്കുന്ന മാല കൊടുക്കാൻ വേണ്ടിയിട്ടും ചേട്ടന് കാണാൻ വേണ്ടിയിട്ടുമാണ് ചെന്നത്. അപ്പൊ ചേട്ടന്റെ റിയാക്ഷൻ ഇതാണ്. ചേച്ചീനെ കണ്ടിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ചേച്ചീനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചേച്ചീനെ വിത്തൗട്ട് മേക്കപ്പിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ മേക്കപ്പ് ചെയ്തപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോയത്. ഞാൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. ഇതും ഞാൻ കോഴിക്കോട് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ കമന്റ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. സാനിക്ക് പനിയായിരുന്നു. പിന്നെയാണ് ഞാൻ അതിനുള്ളിലുള്ള ചതി മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഈ ചതിയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിനൊക്കെ വന്നു. രാത്രിയായപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേച്ചിയുടെ വീട്ടിലുള്ള ഫംഗ്ഷന് പോവുകയാണ്. അവിടെ ഇന്ന് റിസപ്ഷൻ ഉള്ളിടത്തിലേക്ക് ചേട്ടനെയും ചേട്ടൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പോകുന്നതാണിത്. പിന്നെ ഇതാണ് കേട്ടോ വീട് ഫുള്ളായിട്ട് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ.